ചെയ്യാൻ പോണത് സ്കേറി വീഡിയോ റിയാക്ഷൻ ചാലഞ്ച് ആണ് കേട്ടോ. എനിക്ക് പേടിയൊന്നുമില്ല പ്രായത്തിലാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോണത് സ്കേറി വീഡിയോ റിയാക്ഷൻ ചാലഞ്ച് ആണ് കേട്ടോ. നമ്മൾ ഈ സ്കേറി വീഡിയോ റിയാക്ഷൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ സ്കേറി വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിപ്പോ പ്ലേ ചെയ്യും. നല്ല പേടിപ്പെടുത്തുന്ന ടൈപ്പ് വീഡിയോസ് ആണ് പറഞ്ഞേക്കണത്. എങ്ങനെ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും കണ്ടിട്ട് നോക്കാം. ഇതില് ചലഞ്ച് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് വീഡിയോ കാണിച്ചിട്ട് ഏറ്റവും കൂടുതൽ നേരെ പേടിക്കാണ്ടിരിക്കുന്ന ആളാണ് ഇത് ജയിക്കാൻ പോകുന്നത്. മീൻസ് കണ്ണുപോലെ അടക്കി ഇപ്പൊ ഇങ്ങനെ പ്രേതത്തിലെ ഒരു സീൻ മാറിക്കുന്ന ചില സ്വഭാവങ്ങളില്ലേ, ആ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. അതായത് സ്പീക്കറൊക്കെ വെച്ചിട്ട് കൂടുതൽ പേടിപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ വെച്ചിട്ടാണ്, നല്ല സൗണ്ട് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. എനിക്ക് പേടിയൊന്നുമില്ല, പേടിയില്ല. ഇവിടെ ഈ സ്കെയർ വീഡിയോ റിയാക്ഷൻ നടത്തുമ്പോൾ ഭയങ്കര പുച്ഛം, എനിക്കൊന്നും പേടിയായിരുന്നത് രസം ഉണ്ടാവില്ല എന്നൊക്കെ പറയണം. നല്ല റിയാക്ഷൻ ഒക്കെ അല്ലേ രസം ഉണ്ടാവണം. അപ്പൊ നമ്മള് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. പേടിയൊന്നുമില്ല, റിയാക്ഷൻ നല്ല ജംപ് സ്കെയർ ടൈപ്പ് വീഡിയോസ് ആണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. എനിക്ക് ചിലപ്പോ പേടി, എനിക്ക് ജംപ് സ്കെയർ വീഡിയോസ് ഒന്നും പണ്ടേ താല്പര്യ സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ വീഡിയോ പ്ലേ ഉണ്ട് ഇവിടെ, കണ്ടറിയാം. പ്രതീക്ഷിച്ചു കുഞ്ഞു കുട്ടികൾ കണ്ടാ പോലും പേടിക്കില്ലല്ലോ. കോമഡി വീഡിയോ എനിക്ക് ചെയ്യാറുണ്ട്. സാധനങ്ങളൊക്കെ നല്ലൊരു റിയാക്ഷൻ നല്ല പേടിപ്പിക്കുന്ന വീഡിയോസ് ആണ് പറഞ്ഞത്. പക്ഷെ ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആണ് ഇക്കാര്യം. നല്ല പാട്ട്. ഞാനിത്തിരി പ്രതീക്ഷിച്ചു. ഞാനത് ഉറങ്ങട്ടെ കുറച്ചേരം. ചോക്കർ ഫുള്ള് ചോക്കർ.
ഫുള്ള് ഉറക്കം തന്നെ ജോക്കറ് ഒരു കോമാളികളി പോലെ എനിക്ക് തോന്നി. ഏത് മണ്ടന്മാരെ ഈ വീഡിയോ ഇറക്കിയ പേടിയൊന്നും പറഞ്ഞിട്ട് ചെവിയിലുണ്ടച്ച പേടിക്കൂ. ഇങ്ങനെ വെച്ചോ നീ വെക്ക്. നിനക്ക് പേടിയില്ലേ? കെട്ടുകാലിന് അസ്വസ്ഥതയാണ്, അല്ലാണ്ട് പേടിയിട്ടില്ല. ഇതന്നെ അസ്വസ്ഥതയുടെ പേടി എന്ന് പറയാം നമ്മള്. അയ്യോ കാണ് പേടിക്കരുത്. നീ കാണ് വിദേശത്തെ ഇട്ടുകാരിയ ശരിയാ. ഇത് കടിച്ചാൽ സ്പൈഡർ മോനാവാ നമ്മള്. നീ വെറുതെ ഇരിക്കറി എന്നാലും കണ്ടിരിക്കി ഡാൻസ് കളിക്കുന്നിങ്ങനെ. നീ നേരെ നോക്കി അവിടെ വെറുതെ ഇരുന്ന പോരെ. ഇതിലൊക്കെ പിടിച്ചു കയറ്റണം. കണ്ണുലേക്ക് നോക്കി ഇയാൾക്ക് പേടിയില്ലിട്ട് വരീനാ. നേരം കൊണ്ട് ജീവണ്ട്. 10 കാര്യടത്. ഞാൻ ഇവിടെ പേടിപ്പിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ നിന്നെ പേടിപ്പിച്ച തീരെ പ്രതീക്ഷിച്ചില്ല ചാടുന്നത് വെറുതെ. അതിനാണല്ലോ അരമണിക്കൂർ അവര് നീട്ടിയ. എനിക്കറിയാം ഇതൊക്കെ നമ്മള് കുറെ കണ്ടതാണ്. ഇതിന് ഫസ്റ്റ് ഞാൻ തന്നെ തോറ്റുടാ. എപ്പോഴും പക്ഷെ വിജയി ഞാൻ. ഞാനിപ്പോ പേടിക്കുന്നുണ്ട് പേടിച്ച. പിന്നെ അറപ്പത്ര ഉള്ളക്ക് പേടിയിട്ടില്ല. എനിക്കിത് പോയിട്ടപ്പോ വീഡിയോസ് വർക്കൗണ്ടാ ഫസ്റ്റ് സ്കെയർ കിട്ടി. വീഡിയോസ് കാര്യമില്ല. 8 കളി വീഡിയോസ് ആണ് ഞാൻ കണ്ടെടുക്കാൻ പേടി. സ്വപ്നം കണ്ടു കഴിഞ്ഞാ രാത്രി എനിക്ക് അത്രയും വീഡിയോസാണ് 8 കളി. ക്ലിയർ അല്ലേ വീഡിയോ? നോക്കുന്നില്ല സംഭവം. രണ്ട് പോയിന്റ് ഇപ്പൊ ലീഡെന്തേലും ഞാനാ ഞാൻ ഈ ചാലഞ്ച് നമുക്ക് നിർത്തിയാലോ? എന്തായാലും ഇനി ഞാൻ ജയിച്ചു ഈ ചാലഞ്ച്. ഡ്രോ ചെയ്യാൻ നോക്കാം. പേടിച്ചാ ഇറക്കിയാലേ Are you gonna kill it or capture it? വിദേശത്തുകാരി Choose, Jody.
or capture it. അപ്പൊ എനിക്ക് വേറെ ഒന്നും പേടിയില്ല. എനിക്ക് എട്ടുകാലിന് ഗൈസ്. പ്രേത വീഡിയോ കാണിച്ചപ്പോ പേടിയില്ല. 8 കളി വീഡിയോ കാണിച്ചപ്പോ നമുക്ക് നിക്കാൻ പറ്റുമല്ലോ മര്യാദക്ക്. എന്തായാലും ഈ ചലഞ്ചും ഞാൻ ജയിച്ചു. എനിക്ക് അടിപൊളിക്ക് 1 പോയിന്റ്, എനിക്ക് 3 പോയിന്റ്. ഇവിടെ 3 വട്ടം പേടിച്ചു, ഞാൻ 1 വട്ടം പേടിച്ചു. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ച വീഡിയോ പിന്നെ ഞാൻ തന്നെയല്ലേ. എനിക്കും പേടിയാ. അത്ര പേടിയൊന്നുമില്ല. ഇവര് പോസ്റ്റാന്നോട്ട് പിന്നെ പേടി നീ ആയില്ലല്ലോ പേടിച്ചത്. ഞാൻ ഇതിനെ പേടിച്ചേ. പിന്നെ എന്നാലും ഇവര് പോസ്റ്റ് പേടി. പോസ്റ്റ് വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അതാ എനിക്ക് പേടിയുന്ന അവര് പോസ്റ്റ് വീഡിയോ പേടി. എനിക്ക് എട്ടുകാലിന് പേടി. അപ്പൊ എനിക്ക് എട്ടുകാലി തന്നെ വെച്ചോ. പിന്നെ ഞാൻ തോൽക്കില്ല. പോസ്റ്റ് വെച്ചു. അതിന് ചിലെല്ലാം പോലെ പോസ്റ്റാ. ഇതിപ്പോ ഞാൻ വന്ന് ഇങ്ങനെ കാണിച്ച കാണിച്ച നിങ്ങള് പേടിക്കോ? അതേപോലെ പോസ്റ്റുകളായി. ഈ ചലഞ്ച് തോറ്റിപ്പോ എത്രാമത്തെ ചലഞ്ച് തോക്കണ? അയ്യോ 2 ചലഞ്ചൊക്കെ. ഫുഡ് ചലഞ്ച് കൂട്ടില്ലേ? ചലഞ്ച് തന്നെയാവുള്ളൂ. പേടിക്കണമെങ്കിൽ എട്ടുകാലിന്റെ ഇതുകൾ കാണുക, അല്ലാണ്ട് ഗോസ്റ്റ് കണ്ടിട്ട് ഒരു കാര്യമില്ല. പറയണോ? അതെ, ഗോസ്റ്റ് കണ്ടിട്ട് പേടി. ചലഞ്ച് വെച്ച് ഞാൻ ആ ഒരു കാര്യത്തിൽ വേറൊരു വിട്ടുവീഴ്ചയില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ? അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണണ്ടേന്ന് കൂടുതലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ചെയ്യാം. അതും പറയാം. അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാ നിങ്ങള് പറയാ. നിങ്ങളെന്നെ ചലഞ്ച് സജസ്റ്റ് അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ അതിന് മുന്നേ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ അതെടുക്കട്ടെ. ബൈ.